ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണ നല്ലൊരു നാടൻ വറുത്തരച്ച തേങ്ങാ ചമ്മന്തിയാണ്. എൻ്റെ വീട്ടിലിങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ ഈ തേങ്ങാ ചമ്മന്തി മുളകൂഷ്യത്തിനും അതേസമയം കഞ്ഞിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് വറുത്തരച്ചൊരു ചമ്മന്തി ആയതുകൊണ്ട് ഞാൻ ചീഞ്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് 5-6 ചെറിയുള്ളിയാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് അല്ലെങ്കിൽ കപ്പലമുളക് എന്നൊക്കെ പറയാം. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 കപ്പലമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അരമുറി തേങ്ങ ചിരവിയത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊരു ബ്രൗൺ നിറം ആവണ വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല തേങ്ങ തന്നെ വേണമെന്നില്ല കേട്ടോ ഈ തേങ്ങാ ചമ്മന്തി അരയ്ക്കാനായിട്ട്. ഇപ്പോൾ ലൈറ്റായിട്ട് കേടുവന്ന തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കൂട്ടാൻ അതേപോലെ ചട്നിക്കൊന്നും എടുക്കാൻ പറ്റാത്തത്, അത് നമുക്ക് ധാരാളമായിട്ട് ഈ ഒരു തേങ്ങാ ചമ്മന്തിക്ക് യൂസ് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നന്നായിട്ട് തേങ്ങ ഫ്രൈ ആയി എടുത്ത ശേഷം നമ്മൾ അരച്ചെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ തേങ്ങ കേടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ഗുണം കൂടി ഉണ്ട് നമ്മുടെ ഈ തേങ്ങാ ചമ്മന്തിക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ നമ്മൾ അരച്ചെടുക്കാൻ പാടുള്ളൂ. അമ്മിക്കല്ലുള്ളവർ അതിൽ അരച്ചെടുത്ത് കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ടേസ്റ്റിയും. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൂട്ട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചെറിയ മിക്സിയുടെ ജാറിലാണ് ഇട്ടിരിക്കുന്നത്, അതാണ് അരയ്ക്കാൻ ഏറ്റവും നല്ലത്. അതിനുശേഷം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് പൾസ് മോഡിലിട്ടിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. കുറേ ഒരു 3-4 പ്രാവശ്യം പൾസ് മോഡിലിട്ട ശേഷം മാത്രമേ നമ്മൾ ആദ്യത്തെ സ്വിച്ച് ഒന്ന് ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. നല്ലൊരു തരിതരിപ്പോടുകൂടെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്ക് തന്നെ അരച്ചെടുത്താണത്, കണ്ടില്ലേ? ഒരുപാട് അരച്ചിട്ടില്ല, എന്നാലോട്ട് അരിയും വേണം. ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഏറ്റവും നല്ല പാകം. എന്നാലേ തേങ്ങാ ചമ്മന്തിക്ക് അതിൻ്റേതായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ചമ്മന്തി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ മുരിങ്ങമുളകൂഷ്യം, കഞ്ഞി അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ കൊടുത്താൽ മാത്രമേ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. താങ്ക് യു ഓൾ.